സുഹൃത്താണ്. പക്ഷേ ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഞാൻ ഈ ബെല്ലക്സ് റൂംസിനെ കുറിച്ചൊക്കെ ഈയിടയ്ക്കാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ സുഹൃത്തുക്കളും ഇസ്ലാം മതത്തിലെ എല്ലാവരും യുവർ ബ്രദേഴ്സ് ഇൻ ഇസ്ലാം ബിക്കോസ് യുവർ ഉമ്മത്തും വാഹിദ്, നമ്മളെല്ലാവരും ഒരു ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലാഹ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി കണ്ടുമുട്ടിയ ഒരു രീതിയിൽ എഴുതപ്പെടട്ടെ, അള്ളാഹുവിന് വേണ്ടി കണ്ടുമുട്ടിയ രീതിയിൽ എഴുതപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അർഷിന്റെ തണലിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ചേർക്കപ്പെടട്ടെ. ഇതിൽ കേൾക്കുന്ന എല്ലാവരും, ഓൺലൈൻ ഓഫ്ലൈൻ, അതായത് റേഡിയോ, അതിലെല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന് ചെയ്യുന്നു. അതുകൊണ്ട് ഹലോ, പിന്നെ അതുകൊണ്ട് എനിക്ക് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ, എനിക്ക് ഇസ്ലാം മതം കിട്ടിയത് വളരെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ഇൻ ഇസ്ലാം. ഓക്കെ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദാവ, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഇസ്ലാം. ഓക്കെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചോദിച്ചത് എനിക്ക് ഇസ്ലാം മതം കിട്ടിയത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഞാൻ ബൈബിളിൽ ഡൗട്ട് തോന്നി കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചോ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞിരുന്നു, ഇബ്രാഹിം അലൈഹി സ്വലാമാണ് കാബ പണിതത്, മുഹമ്മദ് സല്ലല്ലാഹു ഈസാ അലൈഹി സ്വലാം ഖുർആനിലുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ദാവപരമായിട്ട് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ഇത് ഖുർആൻ എത്തിക്കുന്ന, ഫ്രീ ഖുർആൻ എത്തിക്കുന്ന എന്തെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് വരണം. റിക്വസ്റ്റ് ഫ്രം മീ, ബിക്കോസ് ഖുർആൻ എല്ലാ മനുഷ്യ സമൂഹത്തിന് എല്ലാവർക്കും ആഗ്രഹപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര പൊട്ടൻഷ്യൽ ഉള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, യു ഹാവ് ഇനഫ് ടീം ആൻഡ് യു ഹാവ് ഇനഫ് പൊട്ടൻഷ്യൽ, യു കൻ ഡു വണ്ടർഫുൾ ജോബ്. അപ്പൊ അതുകൊണ്ട് പ്ലീസ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾ ഉസ്താദിന് മറുപടി ചെയ്യാം. ഞങ്ങൾ sayed.george@yahoo.com എന്നുള്ള ഇമെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ദാവ പർപ്പസ് ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉസ്താദ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ എത്തിച്ചു കൊടുക്കുക. കാരണം ഇത് മനുഷ്യ സമൂഹത്തിന് കിട്ടേണ്ട ഒരു സംഭവമാണ്. കാരണം കുല്യ അയ്യുൽ കാഫിറും കുല്യ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് എത്തിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അതിനെക്കുറിച്ച് ഉസ്താദ് ഒരു കമന്റ് ആൻഡ് റിപ്ലൈ. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. കേൾക്കുന്നുണ്ടോ സയ്യിദ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? എല്ലാവരും കേൾക്കുന്നില്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. സയ്യിദ് നമ്മളുമായി ഒരു സന്തോഷം പങ്കുവെച്ചതാണ്. അദ്ദേഹം നമുക്ക് ഒക്കെ സലാം പറയുകയും എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല അദ്ദേഹത്തെയും നമ്മെയും നല്ല സന്തോഷകരമായ ജീവിതം നൽകി, സന്തോഷകരമായ അവസ്ഥ നൽകി ഈ ഭൗതിക ലോകത്തും പരലോകത്തും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും STV മൊത്തം എല്ലാവരും സയ്യിദിന്റെ ഈ വരവിൽ സന്തോഷിക്കുകയും സയ്യിദിനോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളിലും നമ്മളൊക്കെ പങ്കാളികളാവുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള ഗ്രന്ഥാണ്, വളരെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥാണ്. അപ്പൊ തീർച്ചയായും ആ ഖുർആനിന്റെ നമുക്ക് നിലവിൽ നമ്മൾ കാണുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അതേപോലെ പരിഭാഷകൾ, അതൊക്കെ എത്ര തന്നെ നമ്മൾ വായിച്ചാലും എത്ര തന്നെ നമ്മൾ കണ്ടാലും അതിന്റെയൊക്കെ അപ്പുറമാണ് ഖുർആൻ എന്ന തിരിച്ചറിവ് സയ്യിദ് ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. തീർച്ചയായും സയ്യിദിനും ഉണ്ടാകണം. നമ്മളിപ്പോ ഒരു പരിഭാഷ അല്ലെങ്കിൽ ഒരു പുസ്തകം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഏറെ വളരെ വലുതാണ് ഖുർആൻ എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥം. സയ്യിദിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്. ഇപ്പോ നിങ്ങളുടെ പേരെന്താകുന്നു, സാധാരണ അറബി ഭാഷയ്ക്ക് പോലും മറ്റ് ഭാഷകൾക്കില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. അറബി ഭാഷ നമുക്ക് മറ്റ് ഭാഷയിൽ വിവർത്തനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിന്റെ പേരെന്താകുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ നിന്റെ പേരെന്താകുന്നു നമുക്ക് ചോദിക്കാം. യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാം. അവിടെയൊക്കെ നിന്റെ പേരെന്താകുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. അതേ സമയത്ത് അറബി ഭാഷയിൽ മസ്മുഖ് എന്ന് ചോദിച്ചാൽ അവിടെ നിന്റെ പേരെന്താകുന്നു എന്നതിനപ്പുറം ഈ സംബോധിതൻ ആരാണെന്ന് പോലും ഈ പ്രയോഗത്തിൽ നമുക്ക് വ്യക്തമാണ്.
ഈ സംബോധിതന്റെ ലിംഗം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നുകൂടി നമുക്ക് വ്യക്തമാകുന്നു. അപ്പൊ മസ്മുഖ് എന്ന അറബിയിലുള്ള വാചകത്തിന് നിന്റെ പേരെന്താകുന്നു എന്ന് നമ്മൾ വിവർത്തനം ചെയ്താൽ അതേ നമുക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുള്ളൂ. നിന്റെ പേരെന്താകുന്നു എന്ന് നമ്മൾ വിവർത്തനം ചെയ്താൽ ആ വിവർത്തനം അപൂർണമാണ്. ഇതുപോലെ ഇത് സാധാരണ അറബി ഭാഷയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ വിവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെതായ സാഹിത്യ ഭംഗിയും അതേപോലെ അതിന്റെ ആശയപരമായ ഗാംഭീര്യവും ആശയ വിശാലതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇക്കാരണം നമ്മുടെ സയ്യിദിന്റെയും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. എന്ന് പറഞ്ഞതുകൊണ്ട് ഖുർആൻ പരിഭാഷ വെച്ചും വായിക്കാൻ പാടില്ലെന്നോ ഖുർആൻ അർത്ഥം പറയുന്നത് കേൾക്കാൻ പാടില്ലെന്നോ എന്നൊന്നും അർത്ഥമില്ല. ഖുർആൻ നമ്മൾ കേട്ടാലും പരിഭാഷ വായിച്ചാലും അല്ലെങ്കിൽ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചാലൊക്കെ അതിന്റെയും അപ്പുറം ഖുർആൻ വളരെ വലുതാണ് എന്ന ധാരണ സയ്യിദിന് നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാൻ അല്ലാഹു തആല സയ്യിദിന് നമുക്കും കൂടുതൽ പഠിക്കാനും വിഷയങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹു നൽകുന്ന നല്ലത് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാൻ. അതോടൊപ്പം സയ്യിദ് പറഞ്ഞ ഒരു കാര്യം, മറ്റുള്ളവർക്ക് നമ്മൾ ആശയങ്ങൾ എത്തിച്ചു കൊടുക്കണം. തീർച്ചയായും ആശയങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അനുവർത്തിച്ചു വരുന്ന രൂപം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികമായ ജീവിതമാണ്. സംസ്കാര സമ്പന്നതയോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ ആദർശത്തെക്കുറിച്ചും ഒക്കെ മറ്റുള്ള ആളുകൾ ചിന്തിക്കുകയും പഠനം നടത്തുകയൊക്കെ ചെയ്യുന്ന ചുറ്റുപാടുണ്ടാകും. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് എവിടെയും ആളുകൾ കടന്നു വരുന്നത്. സയ്യിദ് പറഞ്ഞതുപോലെ സയ്യിദ് വളരെ യാദൃശ്യമായിട്ടാണ് ഇസ്ലാമിൽ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പലരും ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് പ്രകോപനമോ പ്രലോഭനമോ ഇല്ലാതെ ആദർശ മഹിമ കൊണ്ട് സാംസ്കാരികമായ ഔന്നിത്യമുണ്ട്. അങ്ങനെയാണ് ലോകത്തൊട്ടാകെ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സയ്യിദിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വീണ്ടും സയ്യിദ് മൈക്ക് ഞാൻ വേണ്ടി റിസാൻഡ് ചെയ്ത് കാണുന്നു. സയ്യിദ് വേണമെങ്കിൽ മൈക്ക് എടുത്തോളൂ. ദയവ് ചെയ്ത് നമ്മുടെ അമീർ സമാൻ KK നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങളുടെ ആ ടെക്സ്റ്റ് അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് അത്തരം ടെക്സ്റ്റുകൾ അടിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് മാന്യമായി കൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിന് ചോദിക്കാം. ചോദ്യം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ചോദ്യം നമ്മുടെ ചില നയങ്ങളും നിലപാടുകളും അനുസരിച്ച് ചോദ്യത്തോടുള്ള പ്രതികരണം വളരെ വിവേകപൂർവമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ്. Assalamu alaikum warahmatullahi wabarakatuh. Jazakallah khair. Allah barik feek. Thank you for your wonderful speech and your support and my dua for me. May Allah accept all your good deeds and forgive all your sins. നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു മുത്തഖീൻ ഇമാം എല്ലാവരും നല്ല രീതിയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം അതല്ല. ഖുർആൻ അമുസ്ലിങ്ങൾക്ക് വളരെ മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. ഞാനൊരു ക്രിസ്ത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു കാടൻ കാഫറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കാടൻ കാഫർ, വെറും കാഫറല്ല. എനിക്ക് ഇസ്ലാം മനസ്സിലാവാൻ ആർക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് കഴിഞ്ഞാല് നമ്മൾ ഇസ്ലാം ഇപ്പൊ മാലിക് ബിൻ ദിനാറൊക്കെ കേരളത്തിൽ വന്നു. അവർ വന്നപ്പോൾ കേരളത്തിൽ അവർക്ക് അറബി മനസ്സിലായിട്ടല്ല അവർ ഇസ്ലാം മതം സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇവര് സ്വഹാബത്തുകൾ പല രാജ്യങ്ങളിൽ പോയി, നമ്മൾ നോൺ മുസ്ലിം രാജ്യങ്ങളിൽ പോയി, നോൺ അറബിക് രാജ്യങ്ങളിൽ അവിടെയൊക്കെ പോയ ആൾക്കാർ ഇസ്ലാം അറബി അള്ളാഹുവിന്റെ ഒരു എല്ലാമാണ്. അള്ളാഹു എവിടെ ഇസ്ലാം എത്തിക്കണം അവിടെ എത്തിക്കും. നമ്മുടെ ജോലി നമ്മൾ കൺവേ ചെയ്യുക, കൺവേ ദ മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യുക. അത് അള്ളാഹുവാണ് അവരുടെ ഹൃദയം തുറക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഖുറാനൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നമുക്ക് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഖുറാൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിന്റ് ചെയ്ത്
സിമ്പിൾ ആയുള്ള ഭാഷയിലുള്ള ഖുർആൻ പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ സോഴ്സ് വഴി എത്തിച്ച് അമുസ്ലിങ്ങൾക്ക് ഒരു വീഡിയോയിൽ എത്തിച്ചു കൊടുത്തുകൂടെ? അങ്ങനെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലെ നാളെ അവർക്ക് ഹിദായത്ത് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഇസ്ലാമിനുള്ള തെറ്റിദ്ധാരണ മാറുമല്ലേ? അതാണ് എന്റെ ചോദ്യം. കാരണം ഇസ്ലാം ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് സ്റ്റഡി ചെയ്യണം. പക്ഷെ ടു എൻറ്റർ ഇസ്ലാം യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്. തൗഹീദ് മനസ്സിലാവണം. അത് മനസ്സിലായി. തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചത്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഈസ ഇബ്നു മറിയം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലായി. അതിൽ വേറെ ഒരു ചോദ്യമില്ല. ഈസ ഇബ്നു മറിയം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആണ്. മറിയം യേശുവിന്റെ മകൻ, മറിയത്തിന്റെ മകനാണ് യേശു എന്നാണ്. അപ്പൊ അതിൽ തന്നെ തൗഹീദുണ്ട്. ഈ ഈസ ഇബ്നു മറിയം എന്ന് പറഞ്ഞാൽ തൗഹീദുണ്ട്. യേശു ദൈവത്തിന്റെ പുത്രനല്ലാന്നാണ് അതിന്റെ ഡയറക്റ്റ് ആൻസർ. നിങ്ങൾ യേശുവിന്റെ അഡ്രസ്സാണ് ചോദിക്കുന്നത്, മറിയത്തിന് മോൻ എന്റെ മോനൊന്നും അല്ലാന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ആർക്കും മനസ്സിലാവും. പക്ഷെ ഇതൊന്നും എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ക്രിസ്ത്യനായിരുന്നപ്പോ എനിക്കിത് അറിഞ്ഞില്ലായിരുന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ മറിയത്തിന്റെ മകൻ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ക്രിസ്ത്യനും ചിന്തിക്കും, ഇതെന്താ ഇങ്ങനെ മറിയത്തിന്റെ മകൻ എന്ന് പറഞ്ഞത് എന്ന് ആൾക്കാർ ചിന്തിക്കും. പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത്. യേശു പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ യേശു എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു പറഞ്ഞ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും, ഖുർആനിലെ 61:6. അത് യേശുവിനെ കൊന്നിട്ടില്ല. 4:157. അങ്ങനെ പലയിടത്തും സുബ്ഹാനഹു വ തആല നമ്മൾ വളരെ തെളിവുകളാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ദ ഹാർട്ട് ഓഫ് ലോ മഹ്ഫൂസ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലോ മഹ്ഫൂസിന്റെ ഹൃദയം പോലെയുള്ള ഒരു ബുക്കാണത്. അത് അല്ലാഹുവിന്റെ കലാമാണ്. നത്തിങ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് തുല്യമായ ഒരു ഭൂമിയിൽ, ഒരു ആകാശ ഭൂമിയിൽ അങ്ങനെ ലോ മഹ്ഫൂസ് ഇട്ടിട്ട് ഒരു ബുക്കില്ല. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതിൽ ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൻ നാസ്, അത് രണ്ട് ഇതുണ്ട്. ഹുദല്ലിൻ നാസ് മനുഷ്യർക്ക് വേണ്ടി അയച്ചതാണ്. അപ്പൊ നമ്മൾ കൊടുത്തില്ല, നമ്മൾ മെസ്സേജ് കൺവേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യപ്പെടുകയില്ലയോ? അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ചർച്ചയിലോട്ടാണ് ഞാൻ കടക്കാൻ ഉദ്ദേശിച്ചത്. ഹൗ ക്യാൻ വി കൺവേ ദ മെസ്സേജ് ഇൻ എ പോസിറ്റീവ് ആൻഡ് പീസ്ഫുൾ മാനർ? ബിക്കോസ് ഇസ്ലാം ഖുർആനാണ് ഒരു ബുക്ക് പറയുന്നത് മറ്റു മതത്തെ അനാദരിക്കരുത്. ഡു നോട്ട് ഇൻസൾട്ട് അതേഴ്സ് ഗോഡ്, ഡു നോട്ട് ഇൻസൾട്ട് അതേഴ്സ് ഫെയ്ത്ത്. ഒരു ബുക്കാണ് പറയുന്നത്, അത് ഖുർആനാണ്. നമ്മുടെ മതം സമാധാനത്തിന് മതമാണ്. ആര് ഇസ്ലാം മതത്തിൽ വന്നാലും അത് അവരുടെ ആത്മാവിന് നല്ലതാണ്. അല്ല നമുക്ക് ഇതായിട്ട് നമുക്ക് അതിന്റെ കൂലി കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ ആത്മാവിനോട് അവർ നന്മ ചെയ്യുകയാണ്, അത്രേ ഉള്ളൂ. അതർത്ഥ മാത്രമേ പറയണ്ടു. നമുക്ക് ഇത്രേ പറയണ്ടു, ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മളിത് കൺവേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐ എം ഒബ്ലൈസ്ഡ് ടു കൺവേ ദ മെസ്സേജ്, സോ ഐ എം ഡൂയിങ് ഇറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യമാണ് ആ ചോദിച്ചത്. വേറെ ഒന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹു ഖൈർ. പ്ലീസ് റിപ്ലൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കട്ടുമുട്ടും തട്ടുമൊന്നുമില്ലല്ലോ? ഓക്കെ അൽഹംദുലില്ലാഹ്. ഞാന് കുമ്മോൾ ഉസ്താദ് ഇങ്ങനെ ഉണ്ടായിരുന്നു മൈക്കില്, പിന്നെ കോട്ടൂർ ഉസ്താദിന്റെ ഐഡി ഉണ്ടായിരുന്നു റൂമില്. അപ്പൊ ഉസ്താദന്മാര് നാട്ടിൽ നിന്നാണ്. കൂടുതൽ സമയം വൈകിയാൽ പിന്നെ അവർക്ക് മൈക്കിൽ വരാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള നിലക്ക് ഉസ്താദന്മാര് അവരുടെ വിലപ്പെട്ട ഉപദേശങ്ങള്, അവരുടെ സമയങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കോട്ടെ എന്നുള്ള നിലക്ക് ഞാൻ ഒന്നൊഴിഞ്ഞ് നിന്നതായിരുന്നു. പിന്നെ വലിയ ടെസ്റ്റ് അടിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഡോട്ട് സമ്മാനമായി നൽകണം എന്ന് അഡ്മിന്മാരെ അറിയിക്കുകയാണ്. പിന്നെ സംഗതി നിങ്ങൾ അടിച്ചത് ഇപ്പൊ ഒന്നായിട്ട് അടിച്ച സുഹൃത്ത് അടിച്ചിട്ടുള്ളത് എന്താണ്? കാര്യമുള്ളത് തന്നെയാണ്, അതിന് നമുക്ക് എതിർപ്പില്ല. അദ്ദേഹം അടിച്ചിട്ടുള്ളത് ബൈബിൾ എന്നുള്ള ഏതാനും വചനങ്ങളാണ്. പക്ഷേ ഈ വലിയ ടെസ്റ്റ് അടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നെറ്റ് വളരെ സ്ലോ ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ ഈ റൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, ലോകത്തിന്റെ പല ഭാഗത്തും. അപ്പൊ അവർക്ക് അത് കട്ട അനുഭവപ്പെടാൻ കാരണമാവും. അതുകൊണ്ട് അത് ദയവ് ചെയ്ത് ചെയ്യരുത് എന്ന് അത്തരക്കാരെ അപേക്ഷിക്കുകയാണ്. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ സയ്യിദ്, അദ്ദേഹത്തിന്റെ സംസാരം വളരെ ക്ലിയർ കുറവായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. മൈക്ക് വളരെ അടുത്ത് പിടിച്ച് സംസാരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. പലർക്കും അത് ക്ലിയർ ആയിരുന്നില്ല.
അദ്ദേഹം എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഷഹീദന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിന് ആ മൈക്കിന്റെ പ്രോബ്ലമാണ് തോന്നുന്നുണ്ട്, ആ ശബ്ദം അത്ര ക്ലിയർ അല്ലാതെ വരാൻ കാരണം. ഷഹീദന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? യെസ്. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒന്നും അങ്ങനെ പരസ്യമായി അടിക്കാതിരിക്കലാണ് ബുദ്ധി. കാരണം ഇത് ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പല തരക്കാരും ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ പല തരത്തിലുള്ള മെയിലുകളും വന്ന അവസാനം പിന്നെ നിങ്ങൾ ആ മെയില് ഇത് വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഇതൊക്കെ അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും അൽഹംദുലില്ലാ, ഷഹീദിന് അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം നൽകി. അല്ലാഹു തആല ഇപ്പൊ തന്നെ ഒരാളൊന്ന് കട്ട് എന്ന് പറയുന്നത് കണ്ടാ, ഇവിടെ ഒന്നുമില്ല, കട്ടൊന്നുമില്ല, വളരെ ക്ലിയർ ആണത്. അപ്പൊ നാട്ടിൽ നിന്നുള്ളവരായിരിക്കും ആ കട്ട് എന്ന് അടിക്കുന്നത്. അത് ആ വലിയ ടെസ്റ്റ് അടിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടാണത്. കാരണം നാട്ടിലൊക്കെ വളരെ നെറ്റ് വീക്കായിരിക്കും പല സ്ഥലങ്ങളിലേ. അപ്പൊ വലിയൊരു ടെസ്റ്റ് അടിച്ചാൽ എന്താവും, അവർക്കൊക്കെ ക്ലാസ് റൂം കട്ടായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് അത് ആരും ചെയ്യരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആയിക്കോട്ടെ സി കെ ഓടി എത്തും. ഓക്കെ. അതുകൊണ്ട് എത്തുമ്പോ നമുക്ക് നോക്കാം കേട്ടാ. ജസാക്കല്ലാഹു ഖൈറ. പിന്നെ ഓക്കെ അബു ഫായിസ് ഉസ്താദ്, അതങ്ങനെ ചെയ്യാം. പിന്നെ അപ്പോ ഏതായാലും ജോർജിനെ അല്ലാഹു തആല സയ്യിദിന് അല്ലാഹു തആല വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം പകരാൻ ഉള്ള അവസരം നൽകി. അല്ലാഹു തആല അദ്ദേഹത്തിന് കൂടുതൽ ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും അതുൾക്കൊണ്ട് ജീവിക്കാനും അവസാനം ഈമാനോടുകൂടെ മരണപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റു പ്രവാചകന്മാരോടൊക്കെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അദ്ദേഹത്തിനും നമുക്കുമെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. പിന്നെ സയ്യിദ് പ്രത്യേക ചോദ്യങ്ങളൊന്നും പ്രത്യേകം ചോദിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞൊരഭിപ്രായം, വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും വേണ്ടി, മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ. അപ്പൊ അത് ഇപ്പൊ ഈ ബൈബിളൊക്കെ പല ഭാഷകളിലും അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ഉപകാരമുണ്ട്, ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നാ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണോ സയ്യിദ്? നിങ്ങൾ പറഞ്ഞതിന്റെ ആകത്തോടെ അങ്ങനെയാണോ? ഞാൻ കേട്ടത് അങ്ങനെയാണ്, മനസ്സിലാക്കിയത് ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. യെസ്. അവിടെ ഒരു ചെറിയൊരു ഒരു മിസ്റ്റേക്ക് ഉണ്ട് സയ്യിദ്. അത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട് അത് ഒരു ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് ഖലീഫയായ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അത് ഈ ചരിത്രം നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ നോ അടിച്ചാൽ മതി. ഞാൻ വേഗം ഇങ്ങനെ ഓരോന്നോരോന്ന് കുറേശ്ശെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, സംസാരിക്കുന്നത്. അദ്ദേഹം റൂമിൽ നിന്ന് പോയോ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഷഹീദ് കേൾക്കുന്നില്ല എന്റെ ശബ്ദം? ഉണ്ട്. ഈ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷം കൊണ്ട് അല്പാൽപമായി സാന്ദർഭികമായി അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ ഒരു ബുക്ക് രൂപത്തിൽ, ഒരു ഗ്രന്ഥരൂപത്തിൽ 2 ചട്ടക്കുള്ളിൽ ക്രോഡീകരിച്ചത് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു
ഈ വിഷയം നിങ്ങൾ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് അടിച്ചോളൂ, ഇല്ലെങ്കിൽ നോ അടിച്ചോളൂ. യെസ്, അതെ. അത് അങ്ങനെ വെച്ചു എന്നല്ലാതെ അതിന്റെ കോപ്പി ആർക്കും എന്ത് ചെയ്തിട്ടില്ല, വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? പിന്നെ 2 കൊല്ലവും 3 മാസവും ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം 10 കൊല്ലവും 6 മാസവുമാണെന്നാണ് എന്റെ ഓർമ്മ. 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയായി ഭരണം നടത്തിയ കാലത്തും അതിന്റെ കോപ്പികൾ ആർക്കും വിതരണം ചെയ്തിട്ടില്ല. ഈ വസ്തുതയും നിങ്ങൾക്കറിയോ? അറിയോ? അറിയില്ല അല്ലേ? എന്നാ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടാ. അന്നും അത് വിതരണം ചെയ്തിട്ടില്ല. 3ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് അതിന്റെ കോപ്പികൾ 6 കോപ്പികളാണെന്നും അല്ല 5 കോപ്പികളാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. പ്രധാനപ്പെട്ട അന്നത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് കീഴിലുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് കൊടുത്തുവിട്ടത്. അത് നിങ്ങൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം. നിങ്ങളെ ഞാനീ പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മളെ ഷഹീദ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഷഹീദ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ വേണം. നിങ്ങളെ എസും നോയും കാണുമ്പോഴേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ല, നിങ്ങൾ അതിലൂടെ എന്ത് ചെയ്യണ്ട, ടെസ്റ്റിലൂടെ നിങ്ങളൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട. അതിനൊക്കെയുള്ള അവസരം നിങ്ങൾക്ക് മൈക്ക് തന്നെ തരും കേട്ടാ. മറ്റേത് ഞാൻ നിങ്ങളുടെ ടെസ്റ്റ് വായിക്കാനും അത് പിന്നെ പറയാനും നിന്നാലും കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അപ്പോ പിന്നെയും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്, അവിടുത്തെ സ്വഹാബ്, അത് നിങ്ങൾക്കറിയല്ലോ. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പ്രബോധനം നടത്തിയ നബിയുടെ അതന്നെ കമ്പൈനിയൻസ്. അതെ അതെ അതെ, കമ്പൈനിയൻസ്. അവര് ആണല്ലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇസ്ലാം മത പ്രചരണം നടത്തിയത്. അത് നിങ്ങൾക്കറിയാലോ, സയ്യിദിനറിയാലോ അല്ലെ? അത് നിങ്ങൾക്കറിയാലോ അല്ലെ? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയത് അവരാണ്. പക്ഷെ അവരാരും ഈ ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടല്ല എന്ത് ചെയ്തത്, പ്രബോധനം നടത്തിയത്. അവരാരും ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്നവരും ചെയ്തിട്ടില്ല, പിന്നെ വന്നവരും ചെയ്തിട്ടില്ല, പിന്നെ വന്നവരും ചെയ്തിട്ടില്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അപ്പൊ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വിശുദ്ധ ഖുർആൻ ട്രാൻസ്ലേഷൻ നടത്തിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ കമ്പൈനിയൻസോ അതിനെ തുടർന്ന് വന്ന അടുത്ത ജനറേഷനിലുള്ളവരോ പിന്നീട് ഉള്ള ജനറേഷനിൽ വന്നവരോ ഒന്നും തന്നെ അത് ഇത് എല്ലാവർക്കും ഉള്ളതാണ്, അതുകൊണ്ട് എല്ലാ ഭാഷക്കാർക്കും ഇത് മനസ്സിലാവണം എന്ന നിലക്ക് അവരാരും എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ കോപ്പികൾ പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാനീ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആണെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി, പിന്നെ ഞാൻ ബാക്കി പറയാം. ഓക്കെ ഓക്കെ. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അറബി അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞ് പരിഭാഷപ്പെടുത്തുക എന്നുള്ളത്, പരിഭാഷ കൊടുക്കുക എന്ന് പറഞ്ഞത് അല്ലേ? അറബി ഭാഷ മാതൃഭാഷയല്ലാത്തവർക്ക് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ. എന്നാൽ അറബ് സംസാരിക്കുന്ന അറബികളായ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ നിലകൊണ്ടിരുന്ന നോൺ മുസ്ലിംസ്, അതന്നെ അറബ് ലോകത്ത് അന്നും ഇന്നും നിങ്ങൾക്കറിയാം ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. മാത്രമല്ല യേശുക്രിസ്തു ജനിച്ചതും
വളർന്നതുമെല്ലാം ഫലസ്തീനിലാണല്ലോ, നിങ്ങൾക്കറിയാം അല്ലേ? ധാരാളം ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട്, അറബി അറിയുന്നവര്. സിറിയയിൽ ധാരാളമുണ്ട്, പണ്ടുമുണ്ട് ഇപ്പോഴുമുണ്ട്. ഈജിപ്തിലുണ്ട്, ലബനാനിലുണ്ട്, ജോർഡാനിലുണ്ട്, പിന്നെ 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 സുഡാനിലുണ്ട്, യമനിലുണ്ട്. യമനിൽ ഇപ്പോഴും ജൂതന്മാര് തന്നെ ഉണ്ട്. അപ്പൊ അറബി അറിയുന്ന അഥവാ വിശുദ്ധ ഖുർആനിന്റെ ഭാഷ തന്നെ സംസാര ഭാഷയായി മാതൃഭാഷയായി ഉപയോഗിച്ചു വരുന്ന തുർക്കിയിലും എല്ലായിടത്തും ഉണ്ട് ധാരാളം ക്രിസ്തുമത വിശ്വാസികളും അതുപോലെ തന്നെ ജൂതമത വിശ്വാസികളും ഒക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. സയ്യിദ് മനസ്സിലാക്കണം. അവർക്കൊന്നൊരു പരിഭാഷയുടെ ആവശ്യമില്ല. പരിഭാഷയിൽ നിന്ന് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ ആ ഭാഷയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഈ അറബ് രാജ്യങ്ങളിലെല്ലാം ജീവിക്കുന്ന മറ്റു മതവിശ്വാസികളായ അറബ് ഭാഷക്കാരായ ആളുകൾ. അറബ് ഭാഷ മദർ ടങ് ആയിട്ട് ഉപയോഗിക്കുന്ന, മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്നവർ. അപ്പോ അതുകൊണ്ട് ഖുർആൻ വായിക്കാനും അത് മനസ്സിലാക്കാനും ഏറെക്കുറെ മനസ്സിലായതുകൊണ്ട് മാത്രം ഒരാൾ ഇസ്ലാമിലേക്ക് വരികയോ അത് വരുന്നതിന് പിന്നെ ഒരു തക്കതായ കാരണമാവുകയോ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക, ചുരുക്കം. ഒന്ന്. രണ്ടാമത്, അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം. അതെന്താണ് അബദ്ധം? അത് കുറച്ചു നേരത്തെ ഇവിടെ നിങ്ങളോട് സംസാരിച്ച കുമ്മോളി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വചനങ്ങൾ പദാനുപദമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. അതെങ്ങനെ എന്തെന്നുള്ളത് വിശദീകരിക്കാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഞാനത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന പരിഭാഷകൾ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു നിഴലിന് സമാനമാണ്. സയ്യിദ് കേൾക്കുന്നുണ്ടോ? ഒരു നിഴലിന് സമാനമാണ്. അപ്പൊ നമ്മളൊരു വ്യക്തിയെ കാണുന്നതിന് പകരം, ഒരു മനുഷ്യനെ നേരിട്ട് കാണുന്നതിന് പകരം ഒരാളുടെ നിഴലാണ് നമ്മൾ കണ്ടത്. ആ നിഴല് കാണുമ്പോൾ അതൊരു മനുഷ്യന്റെ നിഴലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നതിൽ കവിഞ്ഞ് ആ മനുഷ്യന്റെ നിറമോ ആളുടെ ഭംഗിയോ ആളുടെ മറ്റ് സവിശേഷതകളോ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇതൊരു വസ്തുതയല്ലേ സയ്യിദ്? അല്ലേ? അങ്ങനല്ലേ? അതെ. എന്നതുപോലെ തന്നെ പരിഭാഷ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു നിഴലിന് സമാനമാകുന്നുള്ളൂ അത്. അപ്പൊ അതുകൊണ്ട് അത് കിട്ടിയാൽ എല്ലാവരും മുസ്ലിമാവുമെന്നോ എല്ലാവർക്കും മനസ്സിലാവുമെന്നോ വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. മറിച്ച് ചിലപ്പോൾ അത് കാരണമായി എന്ന് വന്നേക്കാം. കാരണമായി എന്ന് വന്നേക്കാം. പിന്നെ അതേസമയം ഇപ്പം നമ്മുടെ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ വന്നിട്ടുള്ള മാലിക്കുൽ ദീനാറും മറ്റുള്ളവരും ഒക്കെ വന്നതൊന്നും അവരൊന്നും പരിഭാഷയായിട്ട് വന്നതല്ല. അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെ തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തവരാണ്. അങ്ങനെയാണെന്ത് ഈ ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാം മതം പ്രചരിച്ചത്. ഇന്നത്തെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, ഇന്നത്തെക്കാൾ കൂടുതൽ ഇസ്ലാമിന്റെ വ്യാപനം നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമ്പനിയൻസിന്റെ കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ യൂറോപ്പിന്റെ അതിരു മുതൽ ചൈനയുടെ ഭാഗം വരെ ഇസ്ലാം വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ആ കാലത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയത്, ദഅവ നടത്തിയത് ഖുർആന്റെ കോപ്പികൾ അതാത് നാട്ടുകാരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടല്ല എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ പാടില്ല. മറിച്ച് അതുകൊണ്ടുള്ള ആപത്ത് എന്താണ്? ഒരുപാട് ആപത്തുകൾ അതുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാ.
ഇത് പറയുമ്പോ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു കോപ്പി അതിൽ എഴുതിയിട്ടുള്ളത് ഇതാ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ പിന്നെ സയ്യിദൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കോപ്പി. ദി ഖുർആൻ ട്രാൻസ്ലേറ്റഡ് ബൈ മൗലാന വഹീദുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഒരു കക്ഷി ട്രാൻസ്ലേറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു ചെറിയ ബൈബിളിന്റെ ഒക്കെ ചെറിയ കോപ്പികളുണ്ടല്ലോ, ചെറിയ പുസ്തകം എന്നതുപോലെ വിവർത്തനം ചെയ്തിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോപ്പി ആണ് എന്റെ കയ്യിൽ. ഞാൻ ഈ പേര് വായിച്ചത്. ജോർജ് കേട്ടാ? ദി ഖുർആൻ ട്രാൻസ്ലേറ്റഡ് ബൈ മൗലാന വഹീദുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന അതന്നെ. അതെ 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 അതെ. അത് ഗുഡാണോ അല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളത് കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ മാഷാ അല്ലാ. അതെ അതെ അതെ, യെല്ലോ കവർ അതന്നെ, യെല്ലോ കവർ തന്നെ. അതെ മഞ്ഞ കളറുള്ള കവറുള്ള പുറം ചട്ടയുള്ളത്. ഇതിന്റെ മേലെ കൊടുത്തിട്ടുള്ളത് ദി ഖുർആൻ എന്നാണ്. കണ്ടോ? ഖുർആൻ എന്ന് ഇതിന് പറയാൻ പാടില്ല, തെറ്റാണ്. മനസ്സിലായോ? ഇതിൽ ഒരൊറ്റ അക്ഷരം പോലും അറബിക്ക് വാക്കില്ല. ഉണ്ടോ സയ്യിദ്? നിങ്ങൾ കണ്ടതാണല്ലോ. ഞാനീ ഞാനിത് കൈ പിടിച്ചിട്ടാ സംസാരിക്കണത്. ഇതിലെന്തില്ല? ഒരു അക്ഷരം, ഒരു ലെറ്റർ പോലും അറബിയിലില്ല. ഉണ്ടോ സയ്യിദ്? നിങ്ങൾ കണ്ടതല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് അടിച്ചോളൂ. ഞാനിത് നോക്കിയിട്ട് എവിടെ ഒരു അക്ഷരം പോലും കാണില്ല അറബിയിൽ. ഇല്ല. സുഹൃത്തുക്കളെ, മറ്റുള്ളവരാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം? ഉണ്ടോ? എന്റെ ശ്രോതാക്കൾ മറ്റുള്ളവരാരെങ്കിലും ഇങ്ങനെ ഒരു പുസ്തകം കണ്ടിട്ടുണ്ടോ? ഒരു ട്രാൻസ്ലേഷൻ? ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ചോദിക്കുന്നത്. ഷഹീദ് കണ്ടിട്ടുണ്ടോ? ഷഹീദിന് ഇതറിയാം. ആരും കണ്ടിട്ടില്ല. അതെ, അല്ലാ, അത് ശരി. ഓക്കെ. എന്താണെങ്കിലും ഇതിന്റെ പുറത്ത് ഇതിൽ ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് ഉസ്താദുമാരിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുള്ള എന്താ അറിയോ? ദി ഖുർആൻ എന്നാണ്. ഇതിൽ ഒരായത്ത് പോലും ഇതിലില്ല. അറബിയിലുള്ള ഒരക്ഷരം പോലും ഈ രണ്ട് ചട്ടക്കുള്ളിൽ എവിടെയുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം സുഹൃത്തുക്കൾ. ഇത് ശ്രദ്ധിക്കുന്നവർ, എന്റെ ശബ്ദം കേൾക്കുന്നവര് ശ്രദ്ധിക്കുന്നുണ്ടാ? സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ പുറംചട്ടമ്മൽ വ്യക്തമായി കൊടുത്തിട്ടുള്ളത് എന്താണ്? ദി ഖുർആൻ എന്നാണ്. ഇത് ഖുർആനാണെന്നാ. അൽ ഖുർആൻ എന്നതിന്റെ ട്രാൻസ്ലേഷൻ ആണെന്ത്? ഇത് ദി ഖുർആൻ. കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതിലുള്ള സാധാരണക്കാരായ ആളുകളോട് ചോദിക്കട്ടെ, ഈ പേര് തന്നെയും വലിയ അബദ്ധമല്ലേ, തെറ്റല്ലേ സുഹൃത്തുക്കളെ? ഖുർആൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഒരു വഹീദുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിന്റെ മീനിങ് ആണെന്നുള്ള നിലക്ക് നമ്പർ ഇട്ടിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുക എന്താണ്? ഇത് ഖുർആനാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഉസ്താദുമാരുണ്ടല്ലോ, ഇതിന് ഖുർആൻ എന്ന് പറയാൻ പാടുണ്ടോ? ഖുർആൻ എന്ന് പറയുമോ? ഉസ്താദുമാരാണ് എനിക്ക് അതിന് ആൻസർ തരേണ്ടത്, അടിക്കേണ്ടത്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഞാൻ അത് പറയാം. നിങ്ങൾക്ക് തരട്ടെ, നിങ്ങൾക്ക് മൈക്ക് തരാം. അൻവർ അഹമ്മദ് അല്ല, അൻവർ അഹമ്മദൊക്കെ എന്ത്? അൻവർ അഹമ്മദിന് ചാത്തപ്പൻ എന്ത് മഷറാന്ന് പറഞ്ഞ മാതിരി അൻവർ അഹമ്മദിന് ഇതിനെ കുറിച്ച് എന്താ അറിയും? അൻവർ അഹമ്മദ് ജിന്നും ചെയ്ത്താനും തൗഹീദും തിരിയാതെ ചക്കിയും ചോറും വെച്ച മാതിരി നടക്കുക എന്നല്ലാതെ. ഞാൻ ചോദിക്കണത് ഇതില് കണ്ടോ, ഇപ്പൊ ഇത് ഖുർആനാണെന്നാണ് എന്ത് ചെയ്യുന്നത്? തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ ഒരു മറ്റു മതവിശ്വാസി ഇത് ഖുർആനാണെന്ന നിലക്കാണെന്ന് ചെയ്യുന്നത്, ഇതിനെ മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. മായലുള്ള ഇത് എത്ര വലിയ അപകടമാണ്! ഇത് പണ്ടേ നമ്മളുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. മുമ്പൊക്കെ പരിഭാഷ ഇറക്കുന്നവർ ഒരു ഭാഗത്ത് ആയത്തും അതിന്റെ ഇപ്പുറത്ത് അവരുടെ പരിഭാഷയും കൊടുത്തിരുന്നു. ഇപ്പൊ ഇറക്കുന്നവരോ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഇറക്കുന്നവർ, ഞാൻ ഈ പറഞ്ഞ ഈ പരിഭാഷ ഇതില് ആയത്തില്ല എന്ന് മാത്രമല്ല ഒരക്ഷരം പോലും അറബിയിലില്ല. കണ്ടോ? അപ്പൊ ഇത് ഖുർആനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു.
ഇത് വലിയ അപകടമാണ്. ഖുർആൻ ഒരിക്കലും ഇത് ഖുർആനല്ല. ഖുർആന്റെ നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ അസാധ്യമായ കാര്യമാണ്. ഇത് തന്നെയാണ് ബൈബിളിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ബൈബിളിന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹീദ് ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ശരിക്കറിയാവുന്നതുമാണല്ലോ. മനസ്സിലായില്ലേ? അപ്പോ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് അതുകൊണ്ടുണ്ടാവുന്നത് എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് ഞാൻ ഈ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ വിതരണം ചെയ്തല്ലാതെ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള ഇസ്ലാമിന്റെ ആദ്യകാല പ്രബോധകരായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമ്പനിയൻസും പിന്നീട് വന്നവരുമായി ആയിരത്തോളം വർഷങ്ങൾ കഴിഞ്ഞുപോയവരെല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത നോൺ മുസ്ലിംസിന് കൊടുത്തിട്ടല്ല എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് സയ്യിദ് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് പറയാം. പക്ഷേ നിങ്ങൾ മൈക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് എല്ലാവർക്കും നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഞാൻ ബഹുമാനപൂർവ്വം സയ്യിദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ബെറ്റർ ആണോ? ഇസ് ഇറ്റ് ബെറ്റർ നൗ? ഹലോ ബ്രദേഴ്സ്, ഇസ് ഇറ്റ് ബെറ്റർ? ഓക്കെ, ഞാൻ ഹെഡ്സെറ്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഹെഡ്സെറ്റ് ചേഞ്ച് ചെയ്തു. ജസാഖുല്ലാഹ് ഖൈർ ഉസ്താദ്. ഉസ്താദിന്റെ കോൺസെപ്റ്റ് ഐ അപ്രീഷിയേറ്റ്. ഞാൻ അംഗീകരിക്കുന്നു. മാഷാഅല്ലാഹ്. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് ഒരു ഫൗണ്ടേഷൻ, നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല അത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഓ ഈസ് ഇറ്റ് എ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഈസ് ഇറ്റ് എ മോൾ, ഈസ് ഇറ്റ് എ office space, if it is a residential, we cannot understand that. We cannot understand by some foundation. But the architect, he will have the full design of the building. Okay? So that is Arabic. The English is any translation in other language, ഏതെങ്കിലും ലാംഗ്വേജിലുള്ളതൊരു പരിഭാഷ is just a foundation, just a weird structure. ഞാൻ അതാണ് കണ്ടത്. ഞാൻ പരിഭാഷയിൽ കണ്ടത് ജസ്റ്റ് എ വിയേർഡ് സ്ട്രക്ചർ. എന്ന് കഴിഞ്ഞാൽ ഐ ഗോട്ട് ദിസ് ഇസ് സംതിങ് ട്രൂത്ത്, സംതിങ് ഇസ് കമ്മിങ് ഹിയർ, സം ബിൽഡിംഗ് ഇസ് കമ്മിങ് ഹിയർ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇസ്ലാമിലേക്ക് മനസ്സിലായി ഇതിൽ എന്തോ സത്യമാണെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ദ ഫർദർ സ്റ്റെപ്പ് ഐ വെന്റ് ആൻഡ് ലേൺഡ്. അടുത്ത സ്റ്റെപ്പ് ഞാൻ പഠിച്ചു. ഇത് ഒരു പരിഭാഷ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ഗോഡ് വേർഡ്. എനി ഗോഡ്സ് വേർഡ് ഇസ് റിവീൽഡ് ഇൻ അറബിക്. ദാറ്റ് ഈസ് ദ പ്യൂർ ഖുറാൻ. ദാറ്റ് ഈസ് കോൾഡ് മുസഫ്. Musaf cannot be compared with any other thing. Okay, so this thing. So now somebody is written foundation munbe plan undaville. Yes, there is a plan. That plan is given, is approved by the corporation or the municipality, whatever it is. That is from the God. Our foundation already ഉണ്ട്. പക്ഷെ അത് മനസ്സിലാവാനുള്ള ഇപ്പൊ സാധാരണക്കാരുടെ മേസ്തിരിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈസ് എൻ ഇല്ലിറ്ററേറ്റ്, ഈസ് എ ലേമാൻ, ഈ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിലോട്ട് പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ ജനിച്ച മുസ്ലിങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് എന്തും ജസ്റ്റിഫൈ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ വിഷമം അറിഞ്ഞിട്ടില്ല. എനിക്കറിയാം വിഷമം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കല്ല എന്നെ പോലുള്ള ഏതെങ്കിലും ഇസ്ലാമത്തിൽ വന്നവർക്കറിയാം. കാരണം ഞങ്ങളൊക്കെ നരകത്തിൽ പോകാൻ വേണ്ടി ഇരുന്നവരാ. ഞങ്ങളൊക്കെ നരകത്തിൽ certain to hell, നരകത്തിൽ പോകാൻ വേണ്ടി ഇരുന്നവരാ. മനസ്സിലല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കച്ചിത്തിരുമ്പ്, ഇറ്റ്സ് എ ഹോപ്പ്, റേ ഓഫ് ഹോപ്പ്, ഒരു ട്രാൻസ്ലേഷൻ കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഞാൻ വന്നിട്ടുണ്ടാവില്ല. ഞാൻ വേറെ പബ്ബിലോ ബാറിലൊക്കെ ഇരുന്ന് അടിച്ച നല്ല ക്രിസ്ത്യാനായിട്ട് അച്ഛനായിട്ട് അടിച്ചിട്ടുണ്ടാവും. മനസ്സിലല്ലേ? അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുണ്ടാവും എന്റെ വീട്ടുകാരുടെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ല, ഇതൊരു തർക്കമല്ല ജയിക്കണ്ടേ. വാട്ട് യു ക്യാൻ ഡു ബെസ്റ്റ് ഫോർ ദ മാൻകൈൻഡ്, അതാണ് നോക്കണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ നമ്മള് ഉസ്താദിനോട് ഞാനിപ്പോ മറുപടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ചെറിയൊരു ട്രാൻസ്ലേഷൻ ഈസ് നോട്ട് ദ ഗോഡ്സ് വേർഡ്. അതുപോലത്തെ ട്രാൻസ്ലേഷൻ ഖുറാനിൽ ക്ലിയർ ആയിട്ട് എഴുതണം. ദിസ് ഇസ് നോട്ട് ദ ഗോഡ്സ് വേർഡ്, ദിസ് ഇസ് ദ ഇന്റർപ്രിറ്റേറ്റഡ് മീനിങ് ഓഫ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ഖുറാൻ എന്ന് പറഞ്ഞ് ഔട്ട്സൈഡ് എഴുതണം. ഇത് ദൈവവചനമല്ല, ഈ പുസ്തകം ദൈവവചനമല്ല,
ഖുറാന്റെ ട്രാൻസ്ലേഷൻ മാത്രമാണെന്ന് പറഞ്ഞ് എഴുതണം പുറകില്ല, അവിടെ എഴുതണം, മനസ്സിലല്ലേ, അവിടെ എഴുതി വെക്കണം. അതിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഖുറാൻ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കലാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി അറബിക്, ഇറ്റ്സ് ഓൺലി അറബിക്, നത്തിങ് എൽസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് നോ ഡൗട്ട് ഇറ്റ് വിതൗട്ട് എനി സെക്കൻഡ് തിങ് വി നോട്ട്. ആൻഡ് ഖുറാന്റെ ഒറിജിനൽ അത് അറബിയിൽ മനസ്സിലാക്കുന്ന അത്ര ടേസ്റ്റ് നമുക്ക് വേറെ ഒന്നിലും കിട്ടൂല. അറബി ടേസ്റ്റിൽ നമ്മളിപ്പോ ഒന്നിലും കിട്ടൂല. അതിപ്പോ കരിക്ക വെള്ളം തെങ്ങയിടുന്ന് വിട്ട് കുടിക്കുന്ന പോലെ ആ ടേസ്റ്റ് നമ്മൾ വേറെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് പെപ്സി ബോട്ടിൽ കിട്ടി കുടിക്കുക ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ ഈസ് ഒറിജിനൽ, നത്തിങ് ആസ് ഇറ്റ് ഈസ്. അത് മനസ്സിലാക്കണമെങ്കിൽ അറബി തന്നെ മനസ്സിലാക്കണം. അപ്പൊ അറബി തന്നെ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കണം, അതിന്റെ അറബി തന്നെ മനസ്സിലാക്കണം. പക്ഷെ ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചുള്ള ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് അങ്ങനെ ഒരു ഖുറാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളോട് പോയി ചോദിക്കില്ല. കാരണം ഒന്നാമത്തെ കാര്യം മുസ്ലിംക്ക് നോൺ മുസ്ലിംസിന് മുസ്ലിം ആൾക്കാരെ പേടിയാണ്. മുസ്ലിം ആൾക്കാരെ വരാനും ചോദിക്കാനും ഒക്കെ പേടിയാ. സത്യം പറയാം, ഞാൻ എന്റെ കാര്യം പറയാം, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാം. ഞാൻ ആദ്യ ദിവസം പള്ളിയിൽ പോയത് എന്നെ പേടിച്ചിട്ടാണ് ഞാൻ പോയത്. ഇവരെന്നെ കൊല്ലുവോ, ഇവരെന്നെ ഇടിക്കുവോ, അത്രയ്ക്ക് പേടിച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ പോയത്. എന്നിട്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞു ഒന്നും ചെയ്യില്ല നീ വാന്ന് പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് പേടിയാണ്. ഇന്നത്തെ നോൺ മുസ്ലിമിന്റെ അവസ്ഥ പറയാണ്, ആർക്കും ഒരു മുസ്ലിം മതം അനുസരിക്കാൻ വേണ്ടി പള്ളി വരാൻ ധൈര്യമില്ല, പേടിയാണ്. ഞാൻ എന്റെ ജീവിതം കൊണ്ട് പറയാം, എനിക്ക് പേടിയായിരുന്നു പള്ളി കയറാൻ. ഞാൻ പള്ളിയിൽ രണ്ടാമത്തെ ദിവസം ജുമ്മയായിരുന്നു. ഞാൻ എന്ത് ഭയപ്പെട്ടാ ഞാൻ പള്ളി കയറിയെന്നറിയോ? ഇവരെന്നോട് ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ ഇസ്ലാം മതം ഷഹാദത്ത് ചൊല്ലിയിട്ട് ചോദിച്ചു, നിങ്ങള് ഷഹാദത്ത് ചൊല്ലിപ്പോ ചോദിച്ചു നീ പള്ളി കയറണം, നീ ക്രിസ്ത്യാനിയല്ല, നീ എന്തിനാ പള്ളി കയറണം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാം മതം സ്വീകരിച്ചു. തെളിവെന്താന്ന് ചോദിച്ചു. ഇല്ല തെളിവൊന്നുമില്ല, ഞാൻ ഒരു ദിവസം ആയുള്ളൂ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട്. തെളിവെന്താ, നീ ഉറുദു സംസാരിക്കില്ലല്ലോ, നീ ഉറുദുകാരനല്ലോ, യു ഡോണ്ട് സ്പീക്ക് ഉറുദു, ഹൗ ക്യാൻ യു ബി മുസ്ലിം എന്ന് ചോദിച്ചു. നീ ഇവിടുത്തെ ആൾക്കാരിൽ ഉറുദു സംസാരിക്കുന്നു മുസ്ലിങ്ങൾ, നീ ഉറുദു സംസാരിക്കില്ല, നീ അങ്ങനെ മുസ്ലിമായെന്ന്. എന്നെ അവർ തല്ലിയില്ലാന്നേ പള്ളി കയറിയെന്ന് തല്ലിയില്ലാന്നേ ഉള്ളൂ. അവരെന്നെ പറഞ്ഞാൽ നീ ചതിയനാണ്, നീ ഇസ്ലാമിൽ വന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നെ ആ രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ തിരിച്ചു ചോദിച്ചു, സഹോദര മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അറബിയായിരുന്നു, അത് അറബിയാ സംസാരിച്ചത്, നിങ്ങൾക്ക് അറബി അറിയുമെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ അറബി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ മുസ്ലിം ആവാൻ എങ്ങനെയാന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അപ്പൊ മതമല്ല ഇത് ഭാഷയല്ല ഇസ്ലാമില്, അതിന്റെ തൗഹീദാണ്. അതിന്റെ ഞാനിപ്പോ ഊമയായിരിക്കും, ചിലപ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ ലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമായി, എനിക്ക് പറയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് പ്ലീസ് കം, ഞാൻ എന്റെ വാക്കുകൾ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. സോ ദാറ്റ് എവരിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗോയിങ് ഓൺ അറൌണ്ട് ദ വേൾഡ്. ഓക്കെ, ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇല്ല, ഞങ്ങൾക്ക് പ്രയാസമല്ല, പ്രത്യേകിച്ച് നിങ്ങളൊരു പൊതുവിശ്വാസിയല്ലേ, അപ്പോ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് സ്വാഭാവികമാണത്. പിന്നെ നിങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒക്കെ അൽഹംദുലില്ലാഹ്, അതിൽ തെറ്റില്ലാതെ നമ്മൾ നിഷേധിക്കുന്നില്ല. അതേസമയം ഇസ്ലാമിലേക്ക് വരുന്നവർക്കെല്ലാം ഇതാണ് കാരണം എന്ന്, അല്ലെങ്കിൽ അത് കിട്ടിയാൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്യും എന്ന് പറയുന്നത് ശരിയല്ല എന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് മുതൽ തന്നെ അറബ് ലോകത്ത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ നിലവിലുണ്ട്. നിങ്ങൾക്കറിയാലോ, സയ്യിദിന് അറിയാലോ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലും മറ്റൊക്കെ എന്തുണ്ട്, അറബ് കൺട്രീസിലെ അറബി മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട്. അതുപോലെ തന്നെ യമൻ അടക്കമുള്ള ഇറാഖിൽ നിന്നിപ്പോ അടുത്ത കാലങ്ങളിലാണ് പലപ്പോഴും ജൂതന്മാർ അങ്ങോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ജ്യൂസും എന്തുണ്ട്, അവരൊക്കെ നന്നായിട്ട് അറബി അറിയുന്നവർ തന്നെയാണ്. പക്ഷേ അവരൊന്നും ഖുർആൻ നേരിട്ട് തന്നെ വായിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മനസ്സിലായോ? പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ എന്തല്ല, ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് ഖുർആൻ അല്ല എന്ന് മാത്രമല്ല, നേർക്ക് നേരെ പരിഭാഷപ്പെടുത്താൻ പോലും സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. നമ്മളൊരു വ്യക്തിയെ കാണുന്നതിന് പകരം ആ വ്യക്തിയുടെ നിഴലാണ് കണ്ടതെങ്കിൽ ആ നിഴലിൽ നിന്ന് നമ്മൾ
അതൊരു മനുഷ്യന്റെ നിഴലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടിപ്പോയാൽ അതിൽ കവിഞ്ഞ് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. മാത്രമല്ല ആ നിഴലിലേക്ക് ഏത് കോണിൽ നിന്നാണോ പ്രകാശം വീശുന്നത്, എത്ര ദൂരെ നിന്നാണോ പ്രകാശം വരുന്നത്, അതിനനുസൃതമായി ആ നിഴലില് വലിപ്പത്തിലും രൂപത്തിലുമെല്ലാം വ്യത്യാസം അനുഭവപ്പെടും. എന്നതുപോലെ പരിഭാഷപ്പെടുത്തിയാൽ ആര് പരിഭാഷപ്പെടുത്തിയാലും അത് ഖുർആനിന്റെ ഒരു നിഴല് മാത്രമേ ആകുന്നുള്ളൂ. ഖുർആൻ മനസ്സിലാക്കാൻ അതുകൊണ്ട് സാധ്യമല്ല. മാത്രമല്ല പരിഭാഷപ്പെടുത്തുന്നവന്റെ ആശയവും അവന്റെ അറിവും അത് അതിൽ പ്രതിഫലിക്കുന്നതാണ്. ഏതുപോലെ ഒരു നിഴല് ഒരു വ്യക്തിയുടെ നിഴല് നമ്മൾ കാണുന്നു. ആ നിഴലിന് ദൂരെ നിന്നാണ് വെളിച്ചം വീശുന്നതെങ്കിൽ ആ നിഴലിന് നീളമുണ്ടാവും. ഒരു സൈഡിൽ നിന്നാണെങ്കിൽ അപ്പോ അയാളുടെ ഒരു സൈഡ് മാത്രമേ കാണുകയുള്ളൂ. ചിലപ്പോൾ ഒരു കൈ മാത്രം കണ്ടു എന്ന് വരും, രണ്ടാമത്തെ കൈ കണ്ടില്ല എന്ന് വരും. മനസ്സിലായോ? എന്നതുപോലെ തന്നെ പരിഭാഷപ്പെടുത്തുന്നവന്റെ അറിവും അവന്റെ ആശയവുമെല്ലാം അതിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സയ്യിദ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കേൾക്കണം. നമ്മുടെ രാജ്യത്ത് പല വിഭാഗങ്ങളും പരിഭാഷ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തിനാ എല്ലാവർക്കും വ്യത്യസ്ത പരിഭാഷ? മുജാഹിദുകള് ഒരു പരിഭാഷ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വേറെ പരിഭാഷ, വേറൊരു കൂട്ടർക്ക് വേറെ പരിഭാഷ. ഖുർആൻ ഒന്നേ ഉള്ളൂ, എല്ലാവരും അംഗീകരിക്കുന്നതാ ഖുർആൻ. പക്ഷെ എന്തുകൊണ്ട് പരിഭാഷ വ്യത്യസ്തമാവുന്നു? കണ്ടോ നിങ്ങള്? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് എഴുതുന്നവരുടെ ആശയവും അവരുടെ വീക്ഷണവുമെല്ലാം ആ പരിഭാഷ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന്. മാത്രമല്ല പലപ്പോഴും വളരെ വലിയ അബദ്ധങ്ങൾ തന്നെ ഈ എല്ലാ പരിഭാഷകളിലുമുണ്ട്. പലപ്പോഴും അതുകൊണ്ട് തന്നെ ഗുണമല്ല, ഗുണത്തെക്കാളേറെ ദോഷമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇപ്പൊ ഞാൻ മറ്റൊരു അനുഭവം പറയാം. പിന്നെ നിങ്ങൾ പറഞ്ഞു മറ്റു മതക്കാരായ ആളുകൾ ചോദിക്കാനും പറയാനൊക്കെ ഭയപ്പെടുകയാണെന്നുള്ളത്. അത് ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാട്, ആ സാഹചര്യങ്ങൾ ആയിരിക്കും അങ്ങനെ ആ ഭയം അവരിൽ ഉണ്ടാക്കി തീർക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചെറിയൊരു അനുഭവം, ഞാൻ മറ്റൊരു സ്വീഡനിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞത് അതിന് ചുരുക്കി ഞാനൊന്ന് പറയാം. സയ്യിദ് കേൾക്കുന്നുണ്ടോ? സയ്യിദ് കേൾക്കുന്നുണ്ടോ? സയ്യിദ് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. സയ്യിദ് എസ്. സ്വീഡനിലെ ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹം സ്വീഡനിലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പറയാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായിട്ട്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ എന്നതുപോലെ, അതൊരു തരം കാട്ടാളന്മാരാണ്, സംസ്കാരമില്ലാത്തവരാണ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കുറ്റങ്ങൾ, ഒന്നുമില്ല, ഒരു ആവശ്യമില്ലാതെ. അഥവാ യൂറോപ്പിലൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എന്നെക്കാൾ കൂടുതൽ സയ്യിദിന് അറിയാമല്ലോ. അപ്പൊ കുറച്ചു മുമ്പൊക്കെ എങ്ങനെയായിരിക്കണം പ്രചരണം എന്നറിയാമല്ലോ ഇസ്ലാമിനെ കുറിച്ച്. അപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ അത് കേട്ടു. യഥാർത്ഥത്തിൽ ഞങ്ങളൊന്നും ഇസ്ലാമിലേക്ക് പോവുകയോ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങൾക്ക് സ്കൂൾ ക്ലാസ്സിൽ നിന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിന് വിപരീതമായാണ് ഞാൻ ചിന്തിച്ചത്. എന്താണ് അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങളുടെ അധ്യാപകൻ പറയാൻ കാരണം? അപ്പൊ എനിക്ക് അവരെക്കുറിച്ചൊന്ന് പഠിക്കണം എന്ന് അദ്ദേഹത്തിന് അന്നു മുതൽ തോന്നുകയും പിന്നീട് വളർന്നു വലുതായി അദ്ദേഹം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം തന്റെ കൂട്ടുകാരുമൊത്ത് ഒരു നല്ല കുടിയനായി മാറി, മദ്യപാനിയായി മാറി. മദ്യപാനിയായി മാറിയത് അദ്ദേഹം പറയുന്നു, ഒഴിവു ദിവസങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒഴിവു ദിവസങ്ങളിലാണ് അവര് ഈ ബാറിൽ ഒരുമിച്ച് കൂടാറുള്ളത് സുഹൃത്തുക്കളായിട്ട്. നന്നായി മദ്യപിക്കുകയും ഒച്ചയും വീളിയും ബാളൊക്കെ ഉണ്ടായിട്ട് പോകുകയും ചെയ്യും. പക്ഷെ അദ്ദേഹം പറയാണ്, അങ്ങനെ പോയാലും അടുത്ത ആഴ്ച
ആ കൂട്ടത്തിൽപ്പെട്ട കൂട്ടുകാരിൽ ഒരാളെ കണ്ടില്ലെങ്കിൽ ആൾക്ക് എന്തു പറ്റിയെന്നോ, അയാൾ രോഗിയാണോ അല്ലേ എന്നോ അയാളെക്കുറിച്ച് അന്വേഷിക്കുകയോ അയാളെ വീട്ടിൽ പോവുകയോ ചെയ്യുന്ന അങ്ങനെ ആ നിലക്കുള്ളൊരു ബന്ധം എന്തില്ല ആ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഇടക്ക് അദ്ദേഹത്തിന് ഇന്തോനേഷ്യയിൽ സന്ദർശിക്കാൻ അവസരമുണ്ടായി. അദ്ദേഹം പറയാണ്, എനിക്ക് ഇന്തോനേഷ്യ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളുടെ പെരുമാറ്റവും അവരുടെ കുടുംബജീവിതവും അവരുടെ സാമൂഹ്യ ജീവിതവും അവരുടെ എന്താ പറയാ കൂട്ടായ്മയും മറ്റുള്ളവർ അദ്ദേഹം അവിടെ ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വീട്ടിലേക്ക് മറ്റുള്ളവരെല്ലാം ചെല്ലുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും ആശ്വസിപ്പിക്കുന്നതും അങ്ങനെ തുടങ്ങി ആ കൂട്ടായ്മ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അധ്യാപകൻ പറഞ്ഞത് ശരിയല്ല, മുസ്ലിങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെയല്ല എന്നുള്ളത്. അവിടെ മുതൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചു, പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തന്നെ പറയാണ്, ഇത് ഇഖ്റ എന്ന് പറയുന്ന ഒരു അറബിക് ഇസ്ലാമിക് ചാനൽ ഉണ്ട്, അത് അറിയുന്നവർക്കൊക്കെ അറിയാം. ആ ചാനലിൽ അദ്ദേഹം തന്നെ നേരിട്ട് സംസാരിച്ചത് ഞാൻ കേട്ടതാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്, പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അദ്ദേഹം ഇഖ്റ ചാനൽ അറിയുന്നവരുണ്ടാവും ഇതിൽ, ഇല്ലേ? അറബ് ടെലിവിഷനിൽ ഇഖ്റ എന്നറിയുന്ന ഒരു ഇസ്ലാമിക് 24 hours ഒരു ഇസ്ലാമിക് ചാനലുണ്ട്, അറിയുന്നവരുണ്ടാവും. അൽഹംദുലില്ലാ. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ മനസ്സിലാക്കണം, അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഖുർആൻ മനസ്സിലാക്കാൻ അദ്ദേഹം സയ്യിദ് പറഞ്ഞതുപോലെ പരിഭാഷ ആശ്രയിക്കണം എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം ചിന്തിച്ചത് ഖുർആന്റെ ഭാഷ തന്നെ പഠിക്കണം എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം 2 വർഷം ഈജിപ്തിൽ കഴിച്ചുകൂട്ടുകയും 2 വർഷം കൊണ്ട് അദ്ദേഹം അറബി ഭാഷ വശത്താക്കുകയും അങ്ങനെ ഖുർആൻ ഹദീസും മനസ്സിലാക്കുകയും ചെയ്തു. ഇസ്ലാം മതം അദ്ദേഹം സ്വീകരിച്ചത്, കലിമത്തു ഷഹാദ ഉച്ചരിച്ചത് കൈറോവിൽ വെച്ചാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നാട്ടിലെത്തി. അദ്ദേഹം ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് എഴുതുകയും അദ്ദേഹം സ്വന്തമായി തന്നെ ദൈവാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വഴികാട്ടിയത് പരിഭാഷയല്ല, പരിഭാഷയല്ല, മറിച്ച് അദ്ദേഹത്തിന് ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയും കൂട്ടുജീവിതവും പരസ്പര സഹകരണവുമാണ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും കാരണമായത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരും പരിഭാഷ കൊണ്ട് ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ പ്രവർത്തനം, മുസ്ലിങ്ങളുടെ പ്രവർത്തനം, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പെരുമാറ്റവും പ്രവർത്തനവുമാണ് മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ കാരണമാവുന്നത്, ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ. പിന്നെ നിങ്ങൾ പറഞ്ഞു അമുസ്ലിങ്ങളായ ആളുകൾക്ക് മുസ്ലിങ്ങളോട് ചോദിക്കാൻ പേടിയാണെന്ന്. അത് വെറുതെയാണ്, മനസ്സിലായില്ലേ? വിനീതനായ എന്നോട് തന്നെ, ഇതാ ഞാനിപ്പോ താമസിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക മാത്രമല്ല, ഞാനുമായി ദിവസങ്ങളോളം ഒരു ക്രിസ്തീയ പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ ഒരു ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകൻ, എന്നെക്കാൾ പ്രായമുള്ള ആളാ, അദ്ദേഹം ഞാനുമായി ദിവസങ്ങളോളം വിഷയത്തിൽ ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ തർക്കിക്കാറുണ്ട്. പിന്നെ അദ്ദേഹം എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണ് പിന്നീടുണ്ടായത്. അദ്ദേഹത്തോട് ഞാൻ തുറന്നു പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എങ്ങനെ വേണമെങ്കിലും വിമർശിച്ചോളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഇങ്ങനൊരു തരം ഭീകരന്മാരാണ്, അവരിങ്ങനൊരു സംസ്കാരമില്ലാത്തവരാണ് എന്നൊക്കെയുള്ള ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ നന്നായി ഇസ്ലാമിനെതിരിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം പ്രചരണത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഭയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായി പ്രതികരിക്കാനുണ്ടെങ്കിൽ സയ്യിദിന് മൈക്കെടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ മറ്റുള്ളവർ മൈക്കെടുക്കും. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും.
അല്ലാതെ ഒരാള് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോറി, എന്തോ കണക്ട് ആവുന്നില്ല. ഉസ്താദ് പറഞ്ഞ സയന്റിസ്റ്റിനെ മനസ്സിലായി. മൊറീസ് ബുക്കല്ല എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് ബോഡി അന്വേഷിച്ചപ്പോൾ കുറെ റിസർച്ച് നടത്തി, എന്നിട്ട് കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ പുള്ളി അറിഞ്ഞു ഫറോന്റെ ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി അന്നേരം അറിഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞ ആളല്ല. നിങ്ങൾ പറഞ്ഞ മോറിസ് ബുക്കായി ആണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞത്, ഞാൻ അതുകൊണ്ടാ മൈക്ക് വാങ്ങിയത്. നിങ്ങൾ പറഞ്ഞത് മോറിസ് ബുക്കായിയെ കുറിച്ചാണോ? മോറിസ് ബുക്കായി ഇത് ഫറോന്റെ ഡെഡ് ബോഡി ഒന്നും അന്വേഷിച്ച് നടന്ന ആളല്ല കേട്ടാ. സയ്യിദ്, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? സയ്യിദ് നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടോ? യെസ്. നിങ്ങൾ പറഞ്ഞത് മോറിസ് ബുക്കായി ആണോ പറഞ്ഞത്? ആണോ? മോറിസ് ബുക്കായി സ്വീഡൻകാരനല്ലല്ലോ. മോറിസ് ബുക്ക് അല്ലല്ല, അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. മോറിസ് ബുക്കായി സ്വീഡൻ സ്വദേശിയല്ല സുഹൃത്തെ സയ്യിദേ. മോറിസ് ബുക്കായി ഫ്രഞ്ചുകാരനാണ്. ഫ്രാൻസിലല്ലേ ഉണ്ടായിരുന്നത് അദ്ദേഹം, അല്ലേ? അദ്ദേഹം ഫ്രാൻസിലാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. പോട്ടെ, നിങ്ങൾ അത് വിട്ടേക്കൂ, നമുക്ക് അത് സംസാരിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തമായ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുഎസിലെ there is a lady called Amina Asilmi. Okay, she is the one top Muslim lady who ഒരു മുസ്ലിം സഹോദരിയായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മരിച്ചുപോയി. അദ്ദേഹത്തെ പുള്ളിക്കാരുടെ ജീവിത ചരിത്രം നമുക്ക് നെറ്റിൽ വായിക്കാം. ആമിന അസിൽമി ഫേമസ് പേഴ്സണാലിറ്റി ആണ്. അത് യുഎസില് ഇസ്ലാമിക സ്റ്റാമ്പ്, ഈദിന്റെ അന്ന് ഇസ്ലാമിക സ്റ്റാമ്പ് കൊണ്ടുവന്ന ആളാണ്. ഇസ്ലാമിന്റെ സ്റ്റാമ്പ് നെറ്റിൽ നോക്കിയാ ആമിന AMINA അസിൽമി ഇസ്ലാമിക സ്റ്റാമ്പ് യുഎസ് ഗവൺമെന്റിനെ പെർസ്യൂഡ് ചെയ്തിട്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്ന ആളാണ്. അതുപോലെ തന്നെ ഈദിന്റെ ദിവസം അമേരിക്കയിൽ പബ്ലിക് ഹോളിഡേക്ക് വേണ്ടി ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരി മരിച്ചുപോയത്. പുള്ളിക്കാരിയുടെ ജീവിതചരിത്രത്തിൽ പറയുന്നത്, പുള്ളിക്കാരി സ്റ്റുഡന്റ് ആയിരുന്നു 1972. അപ്പോൾ അത് അവര് ഈ അറബി സ്റ്റുഡൻസും അവിടുന്ന് അറബിയിൽ നിന്ന് അവർ പഠിക്കണ്ടായിരുന്നു കൂടെ. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചു ഈ അറബികള് വിവരമില്ലാത്തന്മാരാണ്, അവർക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, അങ്ങനെ ധാരണയായിരുന്നു. ക്യാമൽ ജോക്കി എന്നൊക്കെയാണ് അതിൽ എഴുതിയാക്കണം അവർക്ക്. അപ്പൊ അവര് ക്രിസ്തുമതത്തിലോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവര് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഈ അറബി ഒരു ട്രാൻസ്ലേഷൻ ചെയ്ത ഒരു ഖുറാൻ കൊടുത്തു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഖുറാൻ അത് പുള്ളിക്കാരി ഒരു ദിവസം എടുത്ത് വായിച്ചു. ഒരു ദിവസം വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് തട്ടിയ സംഭവം. അങ്ങനെ ആ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടാണ് പുള്ളിക്കാരി ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് നമുക്ക് നെറ്റിൽ അവരുടെ ഇഷ്ടം പോലെ അവരുടെ ബയോഗ്രഫി എഴുതിയുണ്ട്. വെരി ഫേമസ് പേഴ്സണാലിറ്റി. അങ്ങനെ പലരും. യൂസഫ് എസ്റ്റേറ്റ്സ്, അതൊരു ടോപ്പ് പ്രീസ്റ്റ് ആയിരുന്നു. ഖാലിദ് യാസീൻ, പിന്നെ ഇത് അബ്ദുൽ റഹീം ഗ്രീൻ, അങ്ങനെ എത്രയോ പേര്. ബിലാൽ ഫിലിപ്സ്, മദ്രാസ് തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഓൺലൈൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ബിലാൽ ഫിലിപ്സ്. ഓക്കെ, ആ സയ്യിദിന്റെ ഡൗട്ട് ഒന്ന് ഞാൻ നേരത്തെ ചർച്ച തുടങ്ങിയപ്പോ അങ്ങനെ സയ്യിദ് എന്തോ സംസാരിക്കുമ്പോഴാണ് ഞാൻ DC ആയിപ്പോയത്. നെറ്റ് സ്ലോ ആയതുകൊണ്ട് പിന്നീട് മൈക്കിൽ വരാൻ കഴിഞ്ഞില്ല. കേൾവിക്കാൻ ഉസ്താദ് ഇടപെട്ട് നന്നായി സംസാരിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, സയ്യിദ് ഇനിയും നമ്മുടെ റൂമിൽ ഇങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കണം. നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം പരിഭാഷ വായിച്ചിട്ട് ആരും നന്നായിട്ടില്ലെന്നോ അല്ലെ പരിഭാഷ വായിച്ചാൽ ഒന്നും മനസ്സിലാകില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. പരിഭാഷയുടെ അപ്പുറം ഖുർആൻ വിശാലമാണ് എന്ന ധാരണ നമുക്കുണ്ടാകണമെന്നാണ്. സയ്യിദ് സ്വാഭാവികമായും പരിഭാഷകൾ വായിക്കാനും അതേപോലെ
മനസ്സിലാക്കാനുമൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏത് പരിഭാഷ വായകന്റെയും ഒരാമുഖമായി ഉണ്ടാകേണ്ട വിഷയം എന്ന നിലക്കാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് എന്താണ് ഇവിടെ സംസാരിച്ചതെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഏതായിരുന്നാലും പരിഭാഷകൾ വായിക്കുമ്പോഴും ഖുർആന്റെ അർത്ഥങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ഖുർആന്റെ അർത്ഥങ്ങൾ എന്ന നിലക്ക് അത് എപ്പോഴും ഹ്രസ്വമായിരിക്കും. അല്ലെങ്കിൽ ഖുർആനിന്റെ ആ വിശാലമായ അർത്ഥ സാഗരത്തോട് ഒരുപക്ഷെ നീതി പുലർത്താൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അർത്ഥം പറയുമ്പോൾ. അപ്പോൾ ആ പരിഭാഷക്കും ആ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പരിമിതി ഉൾക്കൊണ്ടുകൊണ്ടാകണം സയ്യിദും അതേപോലുള്ള ആളുകളും നമ്മളെല്ലാം തന്നെ ഖുർആൻ പരിഭാഷകളെയും അതുപോലുള്ള ഖുർആന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളെയും കാണേണ്ടത് എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. പിന്നീട് എന്താ എവിടേക്ക് ചർച്ച പോയി എന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല സയ്യിദിനും അതേപോലെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു ഖൈറും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സയ്യിദ് ഒന്ന് മൈക്കെടുത്തോളൂ. എനിക്കറിയില്ല എവിടെയാണ് ചർച്ച തുടങ്ങിയിട്ട് എവിടെയാണ് എത്തിയതെന്ന് ഞാൻ അറിയില്ല. എനിക്ക് നെറ്റ് കട്ടായിരുന്നു നേരത്തെ, അപ്പൊ അതുകൊണ്ടാണ് അറിയാതെ പോയത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. സയ്യിദിന് നേരിട്ട വിഷമത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് സയ്യിദ് ഒന്നുകൂടി മൈക്കിലേക്ക് വന്നു. സയ്യിദ് പറഞ്ഞ ആൾക്കാർ മുഴുവൻ വഹാബിയുടെ അവസ്ഥ. അൻവർ അഹമ്മദ്, നമ്മൾ വളരെ കാര്യഗൗരവത്തിലുള്ള ഒരു ചർച്ച ഒരു പൊതുവിശ്വാസിയുമായി നടത്തുമ്പോൾ നിങ്ങളതിൽ ഇടപെട്ടുകൊണ്ട് വെറുതെ അനാവശ്യം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അൻവർ അഹമ്മദ് എന്ന് പറയുന്നത് സയ്യിദ് മനസ്സിലാക്കുക, നമ്മുടെ ക്ലാസ് റൂമിൽ നേർക്കുനേരെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ നേർക്കുനേരെയുള്ള നല്ല ചർച്ചകൾ നടക്കുമ്പോൾ അതിനിടയിൽ കയറിയിട്ട് പലപ്പോഴും നമ്മെ ശല്യം ചെയ്യാറുള്ള ഒരു ശല്യക്കാരനാണ് ഈ അൻവർ അഹമ്മദ്. അല്ലാഹു തആല അദ്ദേഹത്തിന് നന്മ നൽകട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒന്ന് നല്ല നിലക്ക് നേർവഴിയിലേക്ക് അല്ലാഹു തആല അദ്ദേഹത്തെ വഴി നടത്താൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് സയ്യിദിനോട് കൂടി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അൻവർ അഹമ്മദ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. അദ്ദേഹത്തിനായി അദ്ദേഹം നമ്മുടെ ക്ലാസ് റൂമിൽ പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു നീതിബോധത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു ന്യായമായ ഒരു ആവശ്യമായിരിക്കേണ്ട ഒരു മനുഷ്യത്വപരമായ സമീപനം അദ്ദേഹത്തിന് നമ്മൾ കണ്ടില്ല. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും നല്ലത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സയ്യിദിനെ തന്നെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. തൽക്കാലം അൻവർ അഹമ്മദ് ഇത് കേട്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നുകൂടി അൻവർ അഹമ്മദിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നത്. അൻവർ അഹമ്മദിന്റെ അതൊന്നും വേണ്ട. അൻവർ അഹമ്മദ്, നിങ്ങൾ ഒരുപാട് കാലമായല്ലോ നമ്മൾ കാണുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. Assalamu alaikum, jazakallah khair. May Allah bring peace and harmony in our ummah. May Allah unite our ummah. അതാണ് എന്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ഐ ലവ് ടു സീ എ യുണൈറ്റഡ് ഉമ്മ. ഇൻഷാല്ലാ അതാണ് എന്റെ ദുആ എല്ലാവർക്കും വേണ്ടി. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം, എല്ലാവരും സന്തോഷിക്കണം. അതുകൊണ്ട് അതാണ് എന്റെ ദുആ. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയാണ്. അദ്ദേഹം പീസ് മേക്കർ. അദ്ദേഹത്തിന്റെ വിസ്ഡം നമ്മൾ ഹജ്ജ് കല്ല് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം എല്ലായിടത്തും തുണി പിടിക്കാൻ പറഞ്ഞു, എല്ലാ ട്രൈബുകളോടും. എന്നിട്ട് എല്ലാവരും തുണി പിടിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊണ്ട് വെച്ചു. നമ്മള് സമാധാനകാംക്ഷയാണ്. ഞാനൊരു സമാധാനകാംക്ഷയാണ്, പീസ് മേക്കർ. May Allah bring peace in our ummah. May Allah bring peace and harmony. അതാണ് എന്റെ പ്രാർത്ഥന.
പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മള് അപ്പൊ അതാണ് അങ്ങനെ പല മനുഷ്യരും ഇസ്ലാം മതത്തിലോട്ട് വന്നത് ഇതാ മനസ്സിലാക്കിയിട്ടാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഗൈഡ് ചെയ്യും, അതിലൊരു സംശയമില്ല. അതിപ്പോ ചിലപ്പോ ഖുർആൻ തന്നെ വേണ്ടി വരണമെന്നില്ല, അള്ളാഹു തന്നെ വേറെ പല അടയാളങ്ങൾ കാണിക്കും. അത് വേറെ ഒരു സംഭവം ഉണ്ടായി, പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ. പിന്നെ അതുപോലെ തന്നെ വേറെ സംഭവം ഉണ്ടായി. ഈയിടയ്ക്ക് ഒരു പ്രീസ്റ്റ്, ഒരു ഹിന്ദു പ്രീസ്റ്റ് നമ്മുടെ അടുത്തൊരു പള്ളിയിൽ പുറത്തു വന്ന് നിൽക്കുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് ചോദിച്ചു, എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത്? പറഞ്ഞു, എനിക്ക് ഉള്ളിൽ കയറണം, എനിക്ക് ഇമാമിനെ കാണണം എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പേടിയാണ്, പുള്ളി പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അല്ല എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു കുറെ തെറ്റുകളൊക്കെ ജീവിതത്തിൽ പറ്റി, എനിക്ക് തെറ്റ് പറയണം. നിങ്ങളുടെ പള്ളിയിൽ ബിംബങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ ഏകദൈവത്തല്ലേ അല്ല ആരാധിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ന്. അപ്പൊ എന്റെ സുഹൃത്തിനെ വിളിച്ചു. അപ്പൊ ഞാൻ തന്നെ ഉടൻ തന്നെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, എനിക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് എനിക്കൊരു ഉറക്കം കിട്ടുന്നില്ല, ഞാൻ എന്താ വലിയ തെറ്റ് ചെയ്യണ പോലെ തോന്നുന്നു, എനിക്ക് നിങ്ങളുടെ ഇമാമിനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇമാമിനെ കണ്ടിട്ട് കാര്യമില്ല, ഇസ്ലാമിൽ നിങ്ങൾ തെറ്റ് പറയുന്നത് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തോടെയാണ്, ദൈവം വിചാരിച്ചാലേ നിങ്ങളുടെ പാവങ്ങൾ പൊറുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഖുർആനിൽ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് കാണിച്ചു കൊടുത്തു. അള്ളാഹു ഏത് പാവം പൊറുക്കും, ഷിർക്ക് ഒഴിച്ചെന്നുള്ള ആ ഒരു ആയത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് ശരിയാണോ? ഞാൻ പറഞ്ഞു, ഇത് ഖുർആനാണ്, ഇത് ഖുർആന്റെ പരിഭാഷയാണ്, ഇത് നുണയല്ല, ഇത് അള്ളാഹുവിന്റെ വാക്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇന്നുപോലെ ഷഹാദത്ത് എന്ന് പറഞ്ഞു. ഹാഫ് ആൻ അവർ ഷഹാദത്ത് ചൊല്ലി എന്നിട്ട് നല്ലൊരു മുസ്ലിമാണ്. അള്ളാഹു പല രീതിയിൽ ആൾക്കാര് ഇസ്ലാമത്തിലോട്ട് ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹക്കാരനാണ് ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരും പോസിറ്റീവ്, ഞാൻ ഇത്തവണ ട്രെയിൻ ട്രാവൽ ചെയ്തപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ഞാൻ ഈ ഖുർആൻ എന്ന് പറഞ്ഞ് ഒത്തിരി നാളായിട്ട് വായിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പൊ വായിക്കാൻ വേണ്ടി സയ്യിദിന്റെ അനുഭവങ്ങൾ വിശദീകരിക്കുകയാണ്. നല്ല തന്നെ അനുഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാം. പക്ഷേ നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഈ സമയത്ത് അത്തരം അനുഭവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ നൽകുന്ന ഒരു ക്ലാസ് റൂമല്ല. ഇപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാനും അതിന് മറുപടി ലഭിക്കാനുമുള്ള ഒരു സന്ദർഭം. നമ്മുടെ ക്ലാസ് റൂമിന് പ്രത്യേക ഷെഡ്യൂളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ അറിയുമായിരിക്കും. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അനുഭവങ്ങൾ വിശദീകരിക്കാൻ നമ്മൾ വേണമെങ്കിൽ വേറെ സമയം നൽകുകയും അങ്ങനെ നമ്മുടെ അഡ്മിന്മാരുമായി ആലോചിച്ച് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാഹു തആല നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ബറക്കത്തും റഹ്മത്തും എല്ലാം ചെയ്യുമാറാകട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PM-ലൂടെയും അതേപോലെ ഫോൺ സന്ദേശത്തിലൂടെ ഒക്കെ ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ കേൾവിക്കാരൻ ഉസ്താദിന്റെ മറ്റോ നമ്പർ വാങ്ങിയിട്ട് വ്യക്തിപരമായി നിങ്ങൾക്ക് സംസാരിക്കുകയും ഇടപെടാൻ സന്ദർഭമുണ്ട്. കേൾവിക്കാരൻ ഉസ്താദിനെ PM ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ സംഘടിപ്പിക്കുകയും അദ്ദേഹവുമായി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സമയമനുസരിച്ച് സന്ദർഭമനുസരിച്ച് സംസാരിക്കാൻ സൗകര്യവും നൽകുന്നതാണ് എന്ന് അറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. മറ്റുള്ളവർ മൈക്കിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, ഞാൻ ഉസ്താദ് കേൾവിക്കാരന്റെ മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് സംസാരിക്കാൻ അറിഞ്ഞപ്പോഴേ എന്റെ മൊബൈൽ നമ്പറിന് വേണ്ടിയിട്ട് ഈ അൻവർ അഹമ്മദിന്റെ ആൾക്കാർ ഒരുപാട് കാലം തണ്ടി നടന്നിരുന്നു. കാശൊക്കെ ഓഫർ ചെയ്തിട്ട് നമ്മുടെ ജിദ്ദയിലുള്ള പ്രവർത്തകരോട് 500 ദിർഹമൊക്കെ ഓഫർ ചെയ്ത ഒരാളുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നില്ലേ, ഒന്ന് കിട്ടുമോന്ന് അന്വേഷിച്ചിട്ട്. പക്ഷെ അങ്ങനൊന്നും കിട്ടാതെ പിന്നെ ഒരിക്കൽ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഓർക്കണത്, നാട്ടിലുള്ള സമയത്ത് മറ്റു ആരുടെയൊക്കെ ബന്ധപ്പെട്ട് എന്റെ അനുജന്റെ വീട്ടിലെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അതല്ല സത്യുസ്താദ് പറഞ്ഞ ആളെന്നെ അനുജന്റെ വീട്ടിലെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അനുജന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്റെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ കിട്ടിയിട്ട് കക്ഷി എന്ത് ചെയ്ത് ഒന്ന് ക്ലിപ്പുണ്ടാക്കാന്നുള്ള നിലക്ക് എന്റെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ ഞാൻ സ്ഥലത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. എന്റെ മകളൊരു കുട്ടി, അവനന്ന് 4 വയസ്സേ ഉള്ളൂ, അവനാ ഫോൺ എടുത്തത്. അപ്പൊ അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫോൺ ആര് വന്നാലും അവൻ ചോദിക്കും ആരാണ് എവിടെ നിന്നാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ ഇയാൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവനോട്
ടെലിഫോൺ ചെയ്ത ആള് ചോദിച്ചത് ഉസ്താദുണ്ടോ അവിടെ എന്നാണ്. അപ്പോ പേരക്കുട്ടി എന്ന് പറഞ്ഞ ചെറുപ്പമാണ്, അവൻ എടുത്തേക്ക് പറഞ്ഞു ഇവിടെ ഉസ്താദൊന്നും ഇല്ലായിരുന്നു. ഇവിടെ എന്താ ഉസ്താദൊന്നും ഇവിടെ ഇല്ലാതെ മനസ്സിലായി. അപ്പൊ ഓനക്കിപ്പത് ഞാൻ ഉസ്താദാന്നുള്ളതൊന്നും ഓർക്കറിയില്ലല്ലോ. ഇവിടെ ബൈലക്സിൽ ഇങ്ങനെ ഉസ്താദെന്ന് വിളിക്കണ പേരുണ്ടോ ഓനറിയുന്നത്. പിന്നെ ഇവിടെ ഉസ്താദൊന്നും ഇല്ലാറ്. അപ്പൊ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമതെന്ത് ചെയ്ത് രാത്രിയത്തെ വീണ്ടും വിളിച്ചിട്ട് കക്ഷിനോട് പറഞ്ഞു എനിക്ക് ചില സംശയം, ഞാൻ ഇന്നാളാ വിളിക്കണത്. അവൻ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആളിന്നതാളെന്ന്, ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞ് എനിക്ക് ഒരല്പം സംസാരിക്കേണ്ടതുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്, ആശയപരമായ എന്തെങ്കിലും പ്രശ്നമാണോ അതോ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും വിഷയമാണോ എന്ന് ചോദിച്ചു. പേഴ്സണലായിട്ടുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ആശയപരമായിട്ടുള്ള വിഷയമാണോ എന്ന് ചോദിച്ചു. അതെ, ആശയപരമായിട്ടുള്ള എനിക്ക് ചില സംശയങ്ങളാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും SGB ഉണ്ടാകുന്ന ആളാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിപ്പോ ഫോണിലൂടെ ചോദിക്കുന്ന ആശയപരമായ വിഷയത്തിന് ഞാൻ മറുപടി പറയുന്നത്, എന്റെ ഊർജ്ജവും സമയമൊക്കെ ചെലവഴിച്ചാൽ നിങ്ങൾ മാത്രമല്ലേ കേൾക്കുള്ളൂ. നേരെ മറിച്ച് SGBയിലൂടെ അതാവുമ്പോ ഇതേ ഊർജ്ജം ഇതേ സമയമൊക്കെ മതിയല്ലോ, ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് ആശയപരമായ എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും SGBയിൽ വരാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിലെന്ത് ചെയ്ത് അന്ന് കക്ഷി ഞങ്ങളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അന്ന് വടിയായി എന്ന് പറയാം. അങ്ങനെയാണ് മൂപ്പര് ക്ലിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതാണ് ടെലിഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട്. അപ്പൊ എന്ന മാതിരി ടെലിഫോൺ നമ്പർ നമ്മൾ ഇത് ചെയ്യണ്ട, നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്റെ ഗൂഗിൾ ടോക്ക് ID കൊടുക്കാം, അദ്ദേഹത്തിന് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. മാത്രമല്ല അദ്ദേഹത്തിന് സംശയങ്ങൾ നമുക്ക് റൂമിലൂടെ തന്നെ പറഞ്ഞു കൊടുക്കാം. എന്നാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ മറ്റത് നേരിട്ട് സംസാരിക്കുമ്പോൾ അല്ല, ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം മാത്രമല്ലേ കേൾക്കുള്ളൂ, അദ്ദേഹത്തിന് മാത്രമല്ലേ സംശയം തീരുള്ളൂ. അപ്പൊ അത് ഈ റൂമിൽ തന്നെ ചോദിച്ചു കൊള്ളട്ടെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് എന്നാ പിന്നെ ഒരുപാട് ആളുകൾക്ക് അത് കേൾക്കാലോ. എന്തെങ്കിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉസ്താദുമാർക്ക് തിരുത്തുകയും ചെയ്യാലോ എന്ന് ഉസ്താദിന്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയ വിയോജനക്കുറിപ്പ് ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് മൈക്കെടുത്തത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കളൊക്കെ മൈക്കിലേക്ക് വന്നോളൂ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞത് വളരെ വളരെ റാഹത്തായൊരു കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഫോണിൽ കൂടി മറ്റുള്ള ആളെ കാണാതെ സംസാരിക്കാതെ ഏറ്റവും ഹൈർ. കാരണം ആളുകൾ പാവപ്പെട്ട ഉസ്താദുമാരെയൊക്കെ വഞ്ചിക്കുന്ന ഒരു കാലമാണ്. അൽഹംദുലില്ലാഹ്, ഉസ്താദിനോട് യോജിക്കുന്നു.